ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. പെണ്ണും പൊറാട്ടും നമ്മുടെ നടൻ രാജേഷ് മാധവ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് പെണ്ണും പൊറാട്ടും. ശരിക്കും പറഞ്ഞ ഇദ്ദേഹം ഈ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇതൊരു മുത്താണ് കേട്ടോ. നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ അഭിനയത്തിന് മാത്രമല്ല, ഇദ്ദേഹത്തിന് എല്ലാ കഴിവുണ്ട്. സംവിധായകൻ എന്നൊക്കെ ബ്രില്യൻ സംവിധായകനാണ്. ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് പലയിടത്തും നല്ല മൊത്തം അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് ആണ്. ഈ സിനിമയുടെ രചന നമ്മുടെ PT രവിശങ്കറാണ്. നല്ല തിരക്കഥയാണ്, നല്ല തിരക്കഥ കിട്ടി. അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിനിമ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ സന്തോഷ് ടി കുരുവിള, ബിനു ജോർജ്, ഷെറിൻ എന്നിവരാണ്. നല്ലൊരു സിനിമ നിർമ്മിച്ചു എന്ന് അഭിമാനിക്കാം ഇവർക്ക്. കാരണം നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം ഞങ്ങൾ നല്ലൊരു സിനിമ നിർമ്മിച്ചതെന്ന്. അപ്പം രാജേഷ് മാധവ് സംവിധായകൻ നല്ലൊരു സിനിമ സംവിധാനം ചെയ്തെന്ന് അഭിമാനത്തോടെ പറയാം. ഇതിന്റെ പ്രത്യേകത എന്നാ വെച്ചാൽ, ഇത് ഒരു പട്ടട എന്ന് പറയുന്ന ഒരു പാലക്കാടൻ അതിർത്തിയിലുള്ള ഒരു ഗ്രാമം ആണ്. ഇദ്ദേഹം നമ്മളെ ഒരു സാങ്കല്പിക ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർ, ഒരു പ്രത്യേക രീതിയിലുള്ള അസൂയയും കുശുമ്പും അതേപോലെ തന്നെ പൊങ്ങച്ചം പറച്ചിലും എല്ലാം ഉള്ള ഒരു, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരും, മറ്റുള്ളവരുടെ ഒരാളുടെ ഉപജീവന മാർഗം അദ്ദേഹത്തിന്റെ ഒരു കാരണവും ഇല്ലാതെ വെറുതെ നുണ പറഞ്ഞ് അത് നശിപ്പിച്ച് കളയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ആനന്ദം കിട്ടുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. അതേപോലെ തന്നെ വ്യക്തി ഇഷ്ടത്തോടെ വാങ്ങിയ ഒരു സംഭവം ഇങ്ങനെ കത്തി നശിക്കുന്നത് കാണുമ്പോൾ ചിരിക്കുന്നു, അട്ടഹസിക്കുന്നു, അല്ലെങ്കിൽ അവർ ആനന്ദം കാണുന്ന ആൾക്കാരൊക്കെ ഉള്ള തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമം. അപ്പൊ അവരുടെ ലാംഗ്വേജ് ഒക്കെ ഒരു രീതിയിലാണ്. നമ്മുടെ ആ ഒരു സിനിമയിലോട്ട് നമ്മളെ ആദ്യം തന്നെ ഈ സിനിമ മെല്ലെയാണ് പോകുന്നത്. ഓരോ ആൾക്കാരെയും ഇന്ന അയാളുടെ സ്വഭാവം ഇന്ന രീതിയിൽ ഒരു ദിനേശ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ ഉണ്ട്. ഇതിനകത്ത് നായക കഥാപാത്രം എന്ന് പറയാം. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ്. അത് അവന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ വിവാഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് താല്പര്യമേ ഇല്ല, പക്ഷെ സെക്സ് താല്പര്യമാണ്. വിവാഹപൂർവമായിട്ടല്ല, വിവാഹം ഇല്ലാതെ സെക്സ് ചെയ്ത് ജീവിക്കാൻ അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമാണ്. അങ്ങനത്തെ ഒരു കഥാപാത്രം. സാധാരണ മൃഗങ്ങളാണ് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ, ന്യൂജൻ കഥാപാത്രങ്ങൾ അങ്ങനെയുള്ളവരും ഉണ്ട് എന്നുള്ള ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ പെണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ റൈന രാധാകൃഷ്ണനാണ്. നമ്മുടെ രാജേഷ് മാധവന്റെ സ്ഥിരം നായികയാണ്. അദ്ദേഹമാണ് തുടക്കത്തിലും അവസാനം മാത്രമേ ഉള്ളെങ്കിൽ, പക്ഷെ സിനിമയിൽ ഈ പെണ്ണിനും പൊറാട്ടും എന്ന് വെച്ചാൽ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളുമാണ് സിനിമ പറയുന്നത്. അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഇവരുണ്ട്. അവർ ആ ഒരു ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രത്തെയാണ് അവരത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ ദിനേശും നമ്മുടെ ഈ റെയ്നയും നമ്മുടെ രാജേഷ് മാധവും മാത്രം ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന ഒരു താരങ്ങളായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പുതുമുഖങ്ങളായിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇവരെ രണ്ടുപേരെ മാറ്റി നിർത്തിയിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ 100% ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്തേനെ. കാരണം അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയുള്ളവരാണ്. പിന്നെ അതൊരു മാഷ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്യുന്നത് നമ്മുടെ മനോജ് കുമാർ എന്ന് പറഞ്ഞ ഒരാളാണ്. നല്ല പോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ഒരു സിനിമയില്ലേ ഡബിങ്, ആ സിനിമയിലുള്ള നായക കഥാപാത്രത്തിന്റെ മാനേറിയങ്ങളും ആ രീതിയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. എല്ലാം റിയൽ ആണ് കേട്ടോ. ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം റിയൽ കഥാപാത്രങ്ങളായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അദ്ദേഹം. അതേപോലെ ഇതിനകത്തൊരു വൈദ്യരായിട്ട് വരുന്നുണ്ട്. ആ വൈദ്യരൊക്കെ നമ്മുടെ ഡാഡി ഗിരിജനെ പോലെ വലിയ പൊക്കമൊക്കെ ഉള്ള ആളാണ്, പക്ഷെ നല്ല പ്രകടനമാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ദിനേശ് എന്ന് പറഞ്ഞ അവന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ആദ്യമൊക്കെ അവരൊരു മെല്ലെയാണ് പോകുന്നെങ്കിലും പിന്നെ കഥാപാത്രമായിട്ട് ഭയങ്കര ചീത്തയൊക്കെ പറഞ്ഞു നല്ല സെറ്റപ്പാട്ടോ പ്രകടനം. ആ നാട്ടും പുറത്തുള്ള ആൾക്കാരെ മൊത്തം സംഘടിപ്പിച്ച് നമുക്ക് ഒരു സിനിമയാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല, ഇപ്പം നമ്മൾ പറയാലോ, പിന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്റ്റാർസിനെയൊക്കെ കൊണ്ടുവന്ന് നല്ല പ്രകടനം, നല്ലൊരു സിനിമ. അതൊന്നുമല്ല, സിനിമയ്ക്ക് ഈ ഒരു നാട്ടിലാണ് സംഭവം നടക്കുന്നത്. അവിടെയുള്ളവരുടെയൊക്കെ പിന്നെ രീതി ഇങ്ങനെയാണ്. അവർക്കൊക്കെ ഇത്രയേ ഗ്ലാമർ ഉള്ളൂ. ആ നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ മതി എന്നും പറഞ്ഞ് അവർ അവിടെയുള്ളവരെ തന്നെ കൊണ്ട് ചെയ്യിച്ചത് ഒന്നും പറയാനില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു നാട്ടുപുറത്ത് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു പോകുന്ന ഒരു സ്ത്രീയുണ്ട്. അവരൊക്കെ എന്താ പ്രകടനം എന്നറിയാമോ? നുണ പറയേണ്ടത് നുണ, അല്ലെങ്കിൽ പിന്നെ കുശുമ്പ്, മറ്റുള്ളവരെ അടുപ്പിക്കേണ്ട സ്ഥാനത്ത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നല്ല രീതിയിൽ അവരുടെ മകളായിട്ട് അഭിനയിക്കുന്നവരൊക്കെ പ്രകടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നൂല. അവരൊക്കെ അങ്ങ് ജീവിക്കുകയാണ് ശരിക്കും എല്ലാവരും. അതിനകത്ത് ഒരു ചെറിയ കഥാപാത്രത്തെ വന്ന് ചെയ്യുന്നവർ വരെയാണ്. പിന്നെ ഇതിനകത്തൊരു വേറെ ഒരു ലേഡി കഥാപാത്രമുണ്ട്, നമ്മുടെ നായിക മറ്റേ റെയ്നയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്.
എന്താ നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു സ്ത്രീയായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അവരുടെ ആ വിളികളും അവരുടെ ആ മീറ്ററും സംസാരത്തിൻ്റെ ലാംഗ്വേജ് ചില മലയാളം ആണെങ്കിലും നമ്മളുടെ ഇപ്പൊ പാലക്കാടൻ ഭാഷ, കാസർഗോഡ് ഭാഷ എന്നൊക്കെ പറഞ്ഞ പോലെ വേറെ വേറെ രീതിയിൽ സംസാരിക്കുന്നതിൽ അല്ലാതെ അവരുടെ ആ വിളിയൊക്കെ ആ സൗണ്ട് ഒക്കെ നമ്മുടെ അയൽവക്കത്ത് ആരോ വിളിക്കുന്ന പോലെ നമുക്ക് എന്താ പ്രകടനം എന്നറിയോ. തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് തകർക്കുവാണ് കേട്ടോ. ഒരു സീനിൽ അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് വന്ന് നിൽക്കുന്ന ആൾക്ക് വെറുതെ ഒരു സ്ക്രീൻ ഫുള്ളാക്കാനാണ് നമുക്ക് തോന്നുന്നത് പോലെ അല്ല, അവർക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുള്ള പോലെയാണ് പ്രകടനം എന്നൊക്കെ പറഞ്ഞ ഒന്നും പറയാനില്ല. ഞാൻ തിരക്കഥയൊക്കെ അടിപൊളിയാണ് ഈ ചിത്രത്തിന്റെ. അതേപോലെ തന്നെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് വിൻസെന്റ്, നല്ല മ്യൂസിക്കാണ്. ആ സിനിമയ്ക്ക് പറ്റിയ പോലെ നമ്മളെ ഒരു വേറെ ലോകത്ത് തന്നെ എത്തിക്കുന്നതാണ്. അതേപോലെ എഡിറ്റർക്ക് നല്ല പണിയുണ്ട് കേട്ടോ. കാരണം അത് കട്ട് ചെയ്യണം, അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ കട്ട് ചെയ്തൊക്കെ. കാരണം ഇതിന്റെ 2 ലെയറായിട്ടാണ്, 2-3 ലെയറൊക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത്. ഒന്ന് കുടുംബ ഒരു പ്രശ്നം, പട്ടിയുടെ കഥ വേറെ രീതിയിൽ, അങ്ങനെ ആകുമ്പം അതെല്ലാം എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല അതിൽ കൊണ്ടുപോകുന്ന ടോപ്പാണ് കേട്ടോ. അതേപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി സഹിൻ, ഒന്നും പറയാനില്ല. അതിൻ്റെ കളറിങ് ആണെങ്കിലും അതിൻ്റെ ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുന്ന സംഭവമാണ്. ആ സംഭവത്തിനെ കൊണ്ടുപോകുന്നത് ഓരോ ഭാഗത്ത്, ഇപ്പം കാറിൽ പോകുമ്പം അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലുള്ള സ്ഥലം, അതേപോലെ തന്നെ വലിയ കോര, അതേപോലെ തന്നെ വെള്ളത്തിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയിൽ, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ പശ്ചാത്തല സംഗീതമൊക്കെ ആണെങ്കിലും എല്ലാം തകർപ്പൻ തന്നെയാണ്. പിന്നെ ഒരു സെറ്റൊക്കെ ഇട്ടേക്കുന്നത്, ആർട്ട് വർക്കൊക്കെ ഒന്നും പറയാനില്ല. ഓരോ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാം അടിപൊളി ആർട്ട് വർക്കൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം മെയിൻ ആള് നമ്മുടെ സംവിധായകനാണ്. സംവിധായകന് എൻ്റെ സിനിമയിൽ ഇന്ന ആർട്ട് അല്ലെങ്കിൽ ഇന്ന കോസ്റ്റ്യൂം, ഇന്നത് രീതിയിലുള്ള ഇന്നത് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇവരുടെ അഭിനയം ഇത്ര മതി, ഇവര് സംസാരിക്കുന്ന ആ സംവിധായകന്റെ ആണ് ആ സിനിമ എന്ന് പറയുന്നത്. അത് നല്ല പോലെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു പടം കണ്ട അനുഭൂതി തന്നെയുണ്ട്. ഇതിനകത്ത് പട്ടിയൊക്കെ ആയിട്ട് അഭിനയിച്ചതൊക്കെ കിടിലനാണ്. നമ്മൾ പറഞ്ഞില്ല, അതിൻ്റെ ആ മാനറിസങ്ങളാണെങ്കിലും അതിനെക്കൊണ്ടൊക്കെ ചെയ്യിച്ച രീതികളാണെങ്കിലും അതിന് ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവന്ന ഒന്നും പറയാനില്ല. അതിലെ ടൊവിനോ അതിനകത്ത് ഡബ് ചെയ്തൊക്കെ നല്ല കിടിലനായിട്ടുണ്ട്. അവസാനം നമ്മുടെ ഇയാൾ വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ പിന്നെ ബേസിൽ ജോസഫും ഒരു പട്ടിയായിട്ടൊക്കെ വരുന്നുണ്ട്. അത് അവസാനത്തെ. പിന്നെ ഇതിനകത്ത് പ്രത്യേകത തന്നെ ഈ സിനിമയുടെ ഫ്രീഡം അതേപോലെയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും ഫ്രീഡം ആവശ്യമുണ്ട്. ഇതിനകത്ത് ഇടയ്ക്ക് ഒരു ആന ഈ നമ്മുടെ ചങ്ങലെല്ലാം പൊട്ടിച്ച് പോകുന്നൊരു സീനുണ്ട്. ഞാൻ കണ്ടപ്പോൾ എന്തിനാ ഈ സീന് എന്ന് വിചാരിച്ചു. പക്ഷെ അവസാനമാണ് മനസ്സിലായത് ഫ്രീഡമാണ്, എല്ലാവരും ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സിനിമയിലെ രാജേഷ് മാധവ് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറച്ചൊക്കെ എൻ്റെ ആ ചെറിയ അറിവ് കൊണ്ട് കുറേശ്ശൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നല്ല പോലെ ഈ സിനിമേനെ പറ്റി ചിന്തിച്ച് സംസാരിക്കുന്ന ആൾക്കാരെ റിവ്യൂ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതും മാത്രമല്ല, ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുകയും ചെയ്യണം കേട്ടോ. ഇതിനകത്ത് വേറെയും കുറച്ച് എനിക്ക് സംസാരിക്കണം എന്നുണ്ട് സിനിമേനെ പറ്റി. കാരണം രണ്ടുപേര് ഒരാളുടെ പ്രശ്നം, അവരിവിടെ തീർത്ത പ്രശ്നം വേറൊരാൾ കേട്ടിട്ട് അത് ആ നാടിനെ മൊത്തം പ്രശ്നമാക്കി തീർക്കുന്നുണ്ട്. കാരണം ഇപ്പം വെടി പൊട്ടിച്ചവനൊന്നും പ്രശ്നമില്ല, ഇതിന്റെ സൗണ്ട് കേട്ടവനാണ് പ്രശ്നം എന്ന് പറഞ്ഞ രീതിയിൽ അത് നാടിന്റെ വലിയ പ്രശ്നവും ഒക്കെ ആക്കി തീർക്കുന്നതിനെ പറ്റിയും നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ സിനിമ കാണാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഈ ഫോണിൽ നോക്കിയിരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരുന്ന സിനിമ കാണാണ്ടിരിക്കുക. അങ്ങനെയുള്ളവരെ കൂട്ടിപ്പോകാണ്ടിരിക്കുക. സിനിമയിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും സിനിമ. അതല്ല ഫോണിലൊന്ന് നോക്കി അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സിനിമയിലോട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഈ സിനിമേനെ നിങ്ങൾക്ക് ആ രീതിയിൽ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും നല്ല ഒരു സിനിമയാണ്, നിങ്ങൾ മിസ് ചെയ്യരുത്. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിഗണിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നല്ലൊരു സിനിമ, നല്ല പ്രകടനങ്ങൾ കാണാം. സംവിധായകന്റെ നല്ല രീതിയിൽ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ടൈറ്റിൽ തൊട്ട് നമ്മളെ ഒരു വേറെ രീതിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. അപ്പം ആ രീതിയിൽ തന്നെ നമ്മളൊരു പ്രത്യേക മൂഡിൽ തന്നെ പോയിരുന്ന് കാണുക. നല്ലൊരു ചിത്രം കണ്ട് ഇറങ്ങി വരിക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.